മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിലെ മൂവി ക്ലിപ്സുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. പല സുഹൃത്തുക്കൾക്കുള്ള ഒരു ഡൗട്ടാണ്, മോണിറ്റൈസേഷന് വേണ്ടി ആ 4000 മണിക്കൂർ 1000 സബ്സ്ക്രൈബേഴ്സ് നേടുവാൻ വേണ്ടി മൂവി ക്ലിപ്സ് അപ്ലോഡ് ചെയ്യുക, അതിനുശേഷം പിന്നീട് അത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ലൈഫ് ടൈമായിട്ട് യൂട്യൂബിലെ മൂവി ക്ലിപ്സുകൾ അപ്ലോഡ് ചെയ്ത് മണി ഏൺ ചെയ്യാൻ സാധിക്കത്തില്ല, അങ്ങനെയുള്ള ചാനലുകൾക്ക് മണി കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണുക. ഈ ഒരു കാര്യത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട. വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 4000 മണിക്കൂർ 1000 സബ്സ്ക്രൈബേഴ്സ് നേടാൻ വേണ്ടി അത്യാവശ്യം നല്ലപോലെ കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരു നല്ല ക്രിയേറ്ററിന് മാത്രമേ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും നേടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാനൊരു മൂവി ക്ലിപ്പ് അപ്ലോഡ് ചെയ്തുകൊണ്ട് അതിനകത്തിൽ നിന്ന് മണി ഏൺ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനകത്തിൽ നിന്ന് 4000 മണിക്കൂർ 1000 സബ്സ്ക്രൈബേഴ്സ് നേടാൻ സാധിക്കത്തില്ലേ? അപ്പം ഇതിന് ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു മൂവിയുടെ ഏതോ ഒരു ഭാഗം ക്ലിപ്പ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അതുവരെ വാച്ച് ടൈമോ സബ്സ്ക്രൈബേഴ്സോ ഒന്നും ഇല്ലാത്ത അയാൾക്ക് ആ ഒരു ചാനലിൽ നിന്ന് അത്യാവശ്യം നല്ല റീച്ച് കിട്ടി. 4000 വാച്ചുകാരും കഴിഞ്ഞു, 1000 സബ്സ്ക്രൈബേഴ്സും കഴിഞ്ഞു. അപ്പോൾ എന്നാൽ ഇനി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാമല്ലോ, നമ്മുടെ ചാനൽ 4000 വാച്ചുകാരും 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടല്ലോ, എന്നാൽ ഇനി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിന് ഇഷ്യൂ ഇല്ലല്ലോ. അങ്ങനെ പുള്ളിക്കാരനെ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോയി. മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു. 1-2 ദിവസത്തിന് ശേഷം പുള്ളിക്ക് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞൊരു ഇതാണ് വന്നത്, അതായത് മെയിലാണ് വന്നത്. നിങ്ങളുടെ ചാനൽ റീയൂസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ തരാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള വീഡിയോസുകൾ റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും റീഅപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ റീഅപ്ലൈ ചെയ്യുന്ന നേരത്തെ 30 ദിവസമാണ് എടുക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂട്യൂബിലെ റീയൂസ്ഡ് കണ്ടന്റ് പോളിസി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരാളുടെ വീഡിയോ നേരിട്ട് എടുത്ത് നമ്മുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ അയാൾ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ തന്നില്ല, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം തന്നില്ലെങ്കിലും യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ചിട്ട് റീയൂസ്ഡ് കണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനകത്തിൽ നിന്ന് മണി ഏൺ ചെയ്യാനോ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ എനേബിൾ ആക്കാനോ സാധിക്കത്തില്ല. ഓക്കെ, എന്തായാലും ഇനി 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബേഴ്സും ആയല്ലോ, എന്തായാലും ഇനി ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് എന്തായാലും ഇനി അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഏകദേശം ഒരു 30 ദിവസത്തിന് ശേഷം അയാൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോഴേ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4000 മണിക്കൂർ എന്നുള്ള 1000 മണിക്കൂറിന് താഴേക്ക് പോയിട്ടുണ്ട്. 839 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 800 മണിക്കൂറിൻ്റെ ഇടയിലേക്ക് ആ ഒരു വാച്ച് അവർ, ആ ഒരു ചാനലിലെ വാച്ച് അവർ പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിലീറ്റ് ചെയ്ത വീഡിയോയിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ വാച്ച് അവർ പുള്ളിയുടെ ചാനലിൽ കിട്ടിയത്. ബാക്കിയുള്ള 3000-ഓളം വാച്ച് അവർ പുള്ളിക്ക് കിട്ടിയത് ആ ഒരു വീഡിയോയിൽ നിന്നായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂട്യൂബിൽ നിങ്ങൾ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം ആ ഒരു വീഡിയോസിൽ നിന്ന് കിട്ടുന്ന വാച്ച് അവർ നിങ്ങൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നഷ്ടമാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് വീണ്ടും ആദ്യം മുതൽ നല്ല നല്ല വീഡിയോസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാൽ മാത്രമേ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലായി. സബ്സ്ക്രൈബേഴ്സ് നഷ്ടമായില്ല, പക്ഷേ വാച്ച് അവർ നഷ്ടമായി. നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ യൂട്യൂബിലെ മൂവി ക്ലിപ്സുകളൊക്കെ അതുപോലെ എടുത്തിട്ട് നമ്മൾ വീഡിയോസ് ആക്കിയിട്ട് അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ടൈമിൽ നമുക്ക് ആ ഒരു വീഡിയോ പണി തരും. നമുക്ക് ഒരിക്കലും ആ ഒരു ചാനൽ മോണിറ്റൈസേഷൻ എനേബിൾ ആക്കാൻ സാധിക്കത്തില്ല. ഇനിയും നിങ്ങൾ അങ്ങനെയല്ല, മോണിറ്റൈസേഷൻ പീരീഡിന് മുമ്പ് ആ വീഡിയോസുകൾ ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് പിന്നെ ഒരു ഗുണമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയ വാച്ച് അവരെ നിങ്ങൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നഷ്ടമാവുന്നതാണ്. സോ അതുകൊണ്ട് മൂവി ക്ലിപ്സുകൾ അപ്ലോഡ് ചെയ്ത് ലൈഫ് ടൈമിൽ വരുമാനം നേടാമെന്ന് നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം കറക്റ്റായിട്ടൊരു യഥാർത്ഥ ഓണറുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കായിരിക്കും അതിൻ്റെ വരുമാനം എല്ലാം തന്നെ പോകുന്നത്. പിന്നീട് ട്രോൾ ചാനൽസിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, ട്രോൾ ചാനൽസിനെയൊക്കെ അവർ പരിഗണിക്കുന്നത് യൂട്യൂബിൻ്റെ എംപ്ലോയീസ് ആണ് അത് നോക്കുന്നത്. അവർക്കപ്പോൾ ഒരു ട്രോൾ ചാനൽ, അത്യാവശ്യം ഒരു ട്രോൾ ചാനൽ കണ്ടാൽ അല്ലെങ്കിൽ തഗ് ലൈഫ് ചാനലുകളൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇന്നത് ഈ ചാനൽ ഇങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ചാനലുകളെയൊക്കെ അവർ ഒഴിച്ചുവിടും. പക്ഷേ അല്ലാതെ ഡയറക്റ്റായിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് നേരിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും യൂട്യൂബിൽ നിന്ന് മണി ഏൺ ചെയ്യാൻ സാധിക്കത്തില്ല. ഇത് മനസ്സിലാക്കുക. അപ്പം ഇത് നിരവധിയായിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. സോ ഇന്നത്തെ വീഡിയോ പുതിയ അറിവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതുവരെ ഫോളോ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.